ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേയ്മെന്റ് ഗേറ്റ്വേസിനെ കുറിച്ചാണ്. എന്താണ് പേയ്മെന്റ് ഗേറ്റ്വേ? പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്ന ടേം ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ് ഓണേഴ്സും കേട്ടിട്ടുണ്ടെങ്കിലും പലർക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. എന്താണ് പേയ്മെന്റ് ഗേറ്റ്വേ, എങ്ങനെയാണ് അതെന്റെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എനിക്ക് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല പല ബിസിനസ് ഓണേഴ്സിനും ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് സത്യമാണ്. അപ്പം നമുക്ക് പേയ്മെന്റ് ഗേറ്റ്വേസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ പേയ്മെന്റ് മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒന്നുകിൽ ഗൂഗിൾ പേ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ ഫോൺ പേ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ UPI ID കൊടുക്കും, അല്ലെങ്കിൽ QR കോഡ് കൊടുക്കും. ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് പേയ്മെന്റ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് UPI പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഒരൊറ്റ മെത്തേഡാണ്. പക്ഷെ നമുക്ക് UPI പേയ്മെന്റ് മെത്തേഡ് മാത്രമല്ല വരുന്നത്. നമുക്ക് ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്, നെറ്റ് ബാങ്കിങ് വരുന്നുണ്ട്, EMI ഓപ്ഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഒരു പേയ്മെന്റ് ഗേറ്റ്വേ നമുക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേയ്മെന്റ് ഗേറ്റ്വേയിൽ നമ്മളൊരു ലിങ്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ലിങ്ക് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് ഏതാണോ കംഫർട്ട്, ഏത് പേയ്മെന്റ് മെത്തേഡ് ആണോ കംഫർട്ട്, ആ ഒരു പേയ്മെന്റ് മെത്തേഡ് കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില കസ്റ്റമർക്ക് UPI ആയിരിക്കും ബെറ്റർ, അപ്പൊ അവർ UPI വെച്ചിട്ട് അവർക്ക് പേയ്മെന്റ് ചെയ്യാം. ചിലർക്ക് ഡെബിറ്റ് കാർഡ് ആയിരിക്കും, ചിലർ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടായിരിക്കും പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഇനി അതല്ല ചിലപ്പോൾ നെറ്റ് ബാങ്കിങ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് പേ ലെറ്റർ, EMI, ഇങ്ങനെയുള്ള ഏത് ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിലും കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കസ്റ്റമറെ കംഫർട്ട് അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമർക്ക് പേയ്മെന്റ് മെത്തേഡ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പം ചില കസ്റ്റമേഴ്സ് പേയ്മെന്റ് മെത്തേഡ് അവർ EMI ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആക്കി യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ വന്നാലും നമ്മൾ പേയ്മെന്റ് ഗേറ്റ്വേ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ കസ്റ്റമർ മിസ്സായി പോകാതെ ആ കസ്റ്റമർക്ക് സാധനം പർച്ചേസ്, നമ്മളെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ആ പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഓൺലൈൻ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നവർ, കോച്ചസ്, കൺസൾട്ടന്റ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പം ഡിസൈനേഴ്സ്, അപ്പൊ ഓൺലൈൻ ഈ ഗ്രാഫിക് ഡിസൈൻസ്, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തു കൊടുക്കുന്നവർക്ക്, അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം പേയ്മെന്റ് ഗേറ്റ്വേ എന്താന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫോൺ പേയുടെ പുതിയൊരു പേയ്മെന്റ് ഗേറ്റ്വേനെ കുറിച്ചാണ്. ഫോൺ പേ റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നോർമലി ഫോൺ പേ നമുക്ക് എല്ലാം സുപരിചിതമായുള്ളൊരു ആപ്പാണ്. കാരണം UPI പേയ്മെന്റ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മെജോറിറ്റി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഫോൺ പേ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം അവർ പേയ്മെന്റ് ഗേറ്റ്വേയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഫോൺ പേയുടെ ഒരു പേയ്മെന്റ് ഗേറ്റ്വേ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ഫോൺ പേ ഫോൺപേ.com എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫോൺ പേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അതിൽ പക്ഷെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സീറോ ട്രാൻസാക്ഷൻ ചാർജ് ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ആഡ് കണ്ടിട്ടുണ്ടാകും. ആഡ് കാണുന്ന സമയത്തും അവിടെ 0% ട്രാൻസാക്ഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി ക്ലയൻസ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, ഫോൺ പേയിൽ 0% ട്രാൻസാക്ഷൻ ചാർജ് അല്ലേ, അപ്പോൾ ഫോൺ പേ അല്ലേ ബെറ്റർ, വേറെ ഏത് പേയ്മെന്റ് ഗേറ്റ്വേനേക്കാളും ബെറ്റർ അതല്ലേ എന്നുള്ളത്. പക്ഷേ ഫോൺ പേ ലൈഫ് ടൈം നിങ്ങൾക്ക് 0% ട്രാൻസാക്ഷൻ ചാർജിൽ പേയ്മെന്റ് കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യാം എന്നല്ല അവർ മീൻ ചെയ്യുന്നത്. അതൊരു ഫിക്സഡ് ടൈം പീരീഡിലേക്ക് മാത്രം, അതിപ്പോ അവരൊരു ഓഫർ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതായത് 0% ട്രാൻസാക്ഷൻ ചാർജ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് നിങ്ങളുടെ അക്കൗണ്ട് ഓൺബോർഡിങ് കംപ്ലീറ്റ് ആയി നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയതിനു ശേഷം ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് 0% ട്രാൻസാക്ഷൻ ചാർജിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കളക്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കണ്ടീഷൻ അത്. ഇനി അതിൽ തന്നെ അവരൊരു സബായിട്ട് കണ്ടീഷൻ കൂടി വെക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് മന്ത് ഫ്രീ എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ അതിൽ തന്നെ ഈ ഫസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യത്തെ ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു 2 ലക്ഷം അല്ലെങ്കിൽ 2.5 ലക്ഷം എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നിരിക്കാം. വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് 1.95% കമ്മീഷൻ വരും. ഓക്കെ. കമ്മീഷൻ കട്ടാവും, ട്രാൻസാക്ഷൻ ചാർജ് കട്ടാവും. അതായത് ആദ്യത്തെ 4 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ 2 ലക്ഷം കവർ ചെയ്യുക, 2 ലക്ഷം എമൗണ്ട് എന്നുള്ള ട്രാൻസാക്ഷൻ ആ ഒരു ലിമിറ്റ് നിങ്ങൾ കവർ ചെയ്യാന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് 1.95% ട്രാൻസാക്ഷൻ ചാർജ് വരും എന്നുള്ളതാണ്. അതായത് ലൈഫ് ടൈം അല്ല അവർ ഈ ഒരു ഫ്രീ പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊരു ഫിക്സഡ് ടൈം പീരീഡിലേക്ക് ഒരു ഫിക്സഡ് കണ്ടീഷന്റെ പുറത്താണ് അവർ അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഫോൺ പേയിലെ ഈ ഒരു പേയ്മെന്റ് ഗേറ്റ്വേ എടുക്കാനും ഓരോ ബിസിനസ് ടൈപ്പിനും ഓരോ ടൈപ്പ് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. ഇപ്പം ഇൻഡിവിജ്വൽ ബിസിനസ്, അതുപോലെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ്, ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ബിസിനസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ബിസിനസ്സിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളത് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഓരോ ടൈപ്പിൻ്റെതും. അപ്പം ജസ്റ്റ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ആ ഒരു
ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ ഓൺബോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്കും ഇന്നൊരു സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഇന്നൊരു ഡോക്യുമെന്റ് വേണം. ആ സമയത്ത് നിങ്ങൾ ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ അക്കൗണ്ടിന്റെ പുറമെ ആ ഒരു ഡോക്യുമെന്റിന്റെ പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഓൺബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നോർമലി നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 to 5 വർക്കിംഗ് ഡേയ്സ് വരെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓൺബോർഡിങ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി എടുക്കും. പക്ഷേ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴിയാണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 24 to 48 അവേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് തരാൻ പറ്റും. അതിന്റെ ഓൺബോർഡിങ് കംപ്ലീറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് തരാൻ പറ്റും. അങ്ങനെ ഓഫർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫോൺ പേ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ടീം ഉണ്ട്. അപ്പം നിങ്ങളൊരു ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കി ഒരു ഡെഡിക്കേറ്റഡ് ടീമിനെ, അവരുടെ ടെക്നിക്കൽ ടീമിനെ കോൺടാക്ട് ചെയ്ത് അത് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഒരു 24 to 48 അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാൻ വേണ്ടി നമുക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാ വരിക എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്, വെബ്സൈറ്റ്, ആപ്പ്, സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഇൻസ്റ്റോർ ഓർ ഷോപ്പ് എന്നുള്ള ഓപ്ഷനാണ് വരിക. അപ്പൊ അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പേയ്മെന്റ് ഗേറ്റ്വേയും പേയ്മെന്റ് ലിങ്ക്സും നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളെ വെബ്സൈറ്റിന്റെ URL, വെബ്സൈറ്റിന്റെ ഡൊമൈൻ നെയിം, https://www.com എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ഡൊമൈൻ ഉണ്ടാവുമല്ലോ, ആ ഒരു ലിങ്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ ബിസിനസ് ഇമെയിൽ ID ഇവിടെ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ നമ്പർ കൊടുത്തതിന് ശേഷം, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ കൊടുത്തതിന് ശേഷം ഇവിടെ വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTPയും കൊടുത്ത് ജസ്റ്റ് പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ഓൺബോർഡിങ്ങും കാര്യങ്ങളും, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് ഫോൺ പേ അത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ പോലും, നിങ്ങളിപ്പം ഞാൻ തരുന്ന ഒരു ലിങ്ക് കൂടിയാണ് നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ, ഇപ്പൊ നോർമലി റിജക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പോളിസി ഗൈഡ് ലൈന് ഒബേ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ തരുന്ന ഒരു ലിങ്ക് ത്രൂ ആണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇൻ കേസ് നിങ്ങളെ അക്കൗണ്ട് അവിടെ നിങ്ങൾ കൊടുത്ത ഡോക്യുമെന്റ്സ് റിജക്ട് ആയാൽ പോലും അത് എന്ത് റീസൺ ആണെന്നുള്ളത് ചെക്ക് ചെയ്യാനും അതിനുശേഷം ആ ചേഞ്ചസ് വരുത്തി നിങ്ങൾക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. ഓക്കെ. അപ്പം നിങ്ങൾ ഫോൺ പേ അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് ഗേറ്റ്വേ നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ, ഏത് ബെറ്റർ പേയ്മെന്റ് ഗേറ്റ്വേ എടുക്കാൻ പറ്റും എന്നുള്ളത് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പേ യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.